ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്കുണ്ടാകട്ടെ. ഈശോയുടെ സ്നേഹത്തിലേക്കാണ് അനുദിനം നിന്റെ ഈശോ നിന്നെ മാടി വിളിക്കുന്നത്. ആർക്കും ഈശോയുടെ അടുത്തേക്കല്ല, എല്ലാവർക്കും ഫ്രീഡം നൽകുന്ന ആളാണ് ഈ ഈശോ. ഒരിക്കലും ഈശോ ഒരു ഫരീസേൻ്റെ വീട്ടിൽ ഇങ്ങനെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ഫരീസേൻ ക്ഷണിച്ച വ്യക്തികളുണ്ട്, കുടുംബക്കാരുണ്ട്. ആ സമയത്ത് ഒരു വ്യക്തി കൂടി അങ്ങോട്ട് വരും, ഒരു പാപിനിയായ വ്യക്തി. അവൾ എന്താ ഈശോയുടെ അടുത്ത് ചെയ്തതെന്ന് വചനം ഇങ്ങനെ പറയുക. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 38-ാം തിരുവചനം. അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു. പാപിനിയായ ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു സ്ത്രീക്ക് സമൂഹത്തിൽ പോലും ഇടയില്ല. ഈശോ തൊടാൻ പറ്റില്ല. പക്ഷെ ആ സ്ത്രീ ധൈര്യസമേതം വന്നിട്ട് ഇതൊക്കെ ചെയ്യാം. എന്താ ചെയ്ത്? ഈശോനെ അങ്ങോട്ട് സ്നേഹിച്ചു. തുടർന്ന് വായിച്ചാൽ നമുക്കറിയാം ആ സ്ത്രീക്ക് ഈശോ കൊടുക്കുന്ന അനുഗ്രഹം, വില. നിനക്ക് ഈശോനെ ഒന്ന് സ്നേഹിക്കാവോ? ഈ കാലഘട്ടത്തിൽ ഈശോയുടെ സഹനങ്ങളെക്കുറിച്ചൊക്കെ ധ്യാനിക്കുക. ഈശോനൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കിയേ. ഈശോ നിൻ്റെ ജീവിതത്തിലൊരു വില തരുന്നത് നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. കാരണം നീ വിലപ്പെട്ട വ്യക്തിയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിൻ്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. ഈശോയെ, ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. എല്ലാം മറന്നിട്ട് ധൈര്യസമേതം നീ ചേർത്ത് പിടിക്കും, നീ ജീവിതത്തിന് ബല നൽകുമെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്നത്തെ ദിവസം നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.